ഇന്ന് ലോക ധനകാര്യ ചരിത്രത്തിലെ ഒരു വലിയ വഴിത്തിരിവിലേക്കാണ് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത്. 2008 സെപ്റ്റംബർ 15 158 വർഷത്തെ പഴക്കമുള്ള അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ലഹ്മാൻ ബ്രദേഴ്സ് ഹോൾഡിംഗ്സ് ഇൻകോർപ്പറേറ്റഡ് അന്ന് പുലർച്ചെ 1:45 ന്യൂയോർക്കിലെ സതേൺ ഡിസ്ട്രിക്റ്റിനായുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പാപ്പരത്ത കോടതിയിൽ ചാപ്റ്റർ 11 പാപ്പരത്ത സംരക്ഷണത്തിനായി അപേക്ഷ നൽകി. ലഹ്മാൻ ബ്രദേഴ്സ് 1850 3 ജർമ്മൻ യഹൂദ സഹോദരന്മാരായ ഹെൻറി ഇമ്മാനുവൽ മേയർ ലഹ്മാൻ അലബാമയിലെ മോണ്ട്ഗൊമറിയിൽ ആരംഭിച്ചു. ആദ്യകാലത്ത് സാധാരണ വസ്തുവ്യാപാരമായിരുന്നു ബിസിനസ്. അലബാമയിലെ പരുത്തി വ്യാപാരത്തിലൂടെ വലിയ വളർച്ച നേടുകയും 1858 ന്യൂയോർക്കിൽ ഓഫീസ് തുറക്കുകയും ചെയ്തു. 1887 ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അംഗത്വം നേടി. 20-ാം നൂറ്റാണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിൽ പ്രധാന സ്ഥാനത്തെത്തി. ആ കാലഘട്ടത്തിലെ നിരവധി സാമ്പത്തിക പ്രതിസന്ധികൾ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഉൾപ്പെടെ അതിജീവിക്കുകയും ചെയ്തു. 2008ഓടെ ലഹ്മാൻ അമേരിക്കയിലെ 4ാമത്തെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായിരുന്നു. എന്നാൽ 2003 മുതൽ അവർ സബ്പ്രൈം ഹൗസിംഗ് ലോൺ മാർക്കറ്റിൽ വലിയ തോതിൽ കടന്നുകയറി. വില കുറഞ്ഞ വീടുകൾക്കായി നൽകുന്ന ഉയർന്ന അപകടമുള്ള വായ്പകൾക്കും അവയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച മോർട്ട്ഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റികൾക്കും കമ്പനി അമിതമായി ആശ്രയിച്ചു. വരുമാനത്തെ വലുതായി കാണിക്കാനുള്ള റിപ്പോ 105 പോലുള്ള അക്കൗണ്ടിംഗ് തന്ത്രങ്ങൾ കമ്പനിയുടെ യഥാർത്ഥ സാമ്പത്തികാവസ്ഥ മറച്ചുവെച്ചു. 2008 സെപ്റ്റംബർ 13-14 ലഹ്മാൻ വീക്കെൻഡ് ധനകാര്യ ലോകത്തെ പിടിച്ചുകുലുക്കി. ന്യൂയോർക്ക് ഫെഡറൽ റിസർവ് ബാങ്ക് അടിയന്തര യോഗം വിളിച്ചു. ബാങ്ക് ഓഫ് അമേരിക്ക, ബാർക്ലേസ് തുടങ്ങിയ വലിയ കമ്പനികൾ ഏറ്റെടുക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും UK റെഗുലേറ്ററി തടസ്സങ്ങൾ മൂലം ഒടുവിൽ എല്ലാവരും പിന്മാറി. അമേരിക്കൻ സർക്കാർ രക്ഷാപദ്ധതി നൽകില്ലെന്ന് വ്യക്തമാക്കി. 2008 സെപ്റ്റംബർ 15 $639 ബില്യൺ ആസ്തിയും $613 ബില്യൺ കടവും രേഖപ്പെടുത്തി കമ്പനി ചാപ്റ്റർ 11 അപേക്ഷ സമർപ്പിച്ചു. അന്നേ ദിവസം ഡൗ ജോൺസ് സൂചിക 504 പോയിന്റ് ഇടിഞ്ഞു. ലോകവിപണികളിൽ $1 ട്രില്യൺ വരുമാനം നഷ്ടമുണ്ടാക്കി. നിക്ഷേപങ്ങളും ഓഹരി മാർക്കറ്റുകളും തകർന്നു. ബാങ്കുകൾ തമ്മിലുള്ള വായ്പാ ഇടപാടുകൾ നിലച്ചു. ഒടുവിൽ ബാർക്ലേസ് ലഹ്മാന്റെ ഉത്തര അമേരിക്കൻ പ്രവർത്തനങ്ങളും ന്യൂയോർക്കിലെ ആസ്ഥാനവും വാങ്ങി. ദ ഗ്രേറ്റ് റിസഷൻ ആരംഭിക്കാൻ ഇത് കാരണമായി. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടമായി. വീടുകളുടെ വില 40% വരെ ഇടിഞ്ഞു. ഇതൊടുവിൽ 2010 ഡോഡ് ഫ്രാങ്ക് ആക്ട് നടപ്പിലാക്കി. വലിയ ബാങ്കുകൾക്കും ശക്തമായ നിയന്ത്രണങ്ങളും ടു ബിഗ് ടു ഫെയിൽ സ്ഥാപനങ്ങൾക്ക് സ്ട്രെസ് ടെസ്റ്റുകളും നിർബന്ധമാക്കി. ലഹ്മാൻ ബ്രദേഴ്സിന്റെ തകർച്ച, അമിതമായ കടം, നിലവിലില്ലാത്ത റിസ്ക് മാനേജ്മെന്റ്, നിയന്ത്രണത്തിലെ പൊരുത്തക്കേടുകൾ ഇവയൊക്കെ ചേർന്നുണ്ടായ വൻ ദുരന്തമായിരുന്നു. 2008 സെപ്റ്റംബർ 15 ഇന്നും ലോക ധനകാര്യ ചരിത്രത്തിലെ ഇരുണ്ട ദിനമായി ഓർക്കപ്പെടുന്നു. ഒരു 158 വർഷം പഴക്കമുള്ള സ്ഥാപനം തകർന്നപ്പോൾ ആഗോള സാമ്പത്തിക സംവിധാനത്തിന്റെ ദുർബലതകൾ ലോകം മുഴുവൻ കണ്ടറിഞ്ഞു.